Good morning, all. Good morning. Good morning, madam. Thank Good you. morning. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് സ്റ്റെഫി മാം ആണ്. മാം മെഡിറ്റേഷൻ പ്രാക്ടീഷണർ ആണ്, ബ്രീത്ത് വർക്ക് എക്സ്പേർട്ട് ആണ്. നമ്മുടെ വിംബിൾ അക്കാദമിയിൽ മാമിന്റെ കീഴിൽ ഒരുപാട് മെഡിറ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ നടത്തി വരുന്നു. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. Thank you. Good morning. ഗുഡ് മോർണിംഗ്. സുഖല്ലേ എല്ലാവർക്കും? Good morning, madam. ഗുഡ് മോർണിംഗ്. സുഖല്ലേ? സുഖം. ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണല്ലേ വലിയ വലിയ സന്തോഷങ്ങളുടെ തുടക്കം അല്ലെ? യെസ്. തുടക്കാവട്ടെ. അപ്പോ ഈ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള മോർണിംഗ്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ടൈമിൽ കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ സജ്ജന മാം എല്ലാ ഫാക്കൽറ്റീസിനോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. അപ്പൊ ഈ ഒരു കുറച്ച് സമയം നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? വാട്ട് മേക്ക് പോസിബിൾ മൈ എക്സിസ്റ്റൻസ്, എന്റെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത് എന്ത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ ഒരു ചെറിയ സമയത്ത് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതില് പുതുതായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പകരം ചില ഓർമ്മപ്പെടുത്തൽ, നമ്മളെ തന്നെ ചില കാര്യങ്ങള് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ സെഷന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് കൂടുതൽ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്, പകരം എന്താണ്, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ എന്നാൽ ഒന്നുകൂടി നമ്മളെ അത് എന്ത് ചെയ്യാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്കറിയാം ഓരോ ദിവസത്തെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ ധൃതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ പറയാറുണ്ട്, ഇപ്പോ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. മോന്റെ എക്സാം ടൈം ടേബിൾ വന്നു. ഫ്രൈഡേ ആണ് എക്സാം. അപ്പൊ അവനെ സംബന്ധിച്ച് UKG-യിലാണ്. ഈ ജൂണില് സ്കൂളിൽ അങ്ങ് വിട്ടതേ ഓർമ്മയുള്ളൂ, ഓണപരീക്ഷയായി അല്ലെ, ഫസ്റ്റ് ടേം കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ അത്രയും വേഗത്തിലാണ് നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വേഗതക്കൊപ്പം എത്താനായിട്ട് നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്, ആ വേഗതക്കൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ പറയാറുണ്ട് ഫാസ്റ്റ് മൂവിങ് വേൾഡ് എന്ന് പറയാറുണ്ട് അല്ലെ? അപ്പോ ഈ ഒരു വേഗതയ്ക്ക് നമുക്കറിയാം ഒരുപാട് ദൂരം നമുക്ക് പോകാനുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പോ ഈ യാത്രയില്, ഈ ദൂരമേറിയ ഈ ഒരു യാത്രയിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരാണ് അല്ലെ? സ്വപ്നങ്ങളില്ലേ, ലക്ഷ്യങ്ങളില്ലേ? ഉണ്ട് മേഡം, വളരെ വളരെ ഉണ്ട്. യെസ്. അപ്പോ ഈ ഒരു ലക്ഷ്യങ്ങൾക്ക് അതിന് നേടിയെടുക്കാനായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? സക്സസ്, അച്ചീവ്മെന്റ്സ്, പ്രോപ്പർട്ടി, മണി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നല്ല നല്ല റിലേഷൻഷിപ്സ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഈ ഒരു യാത്രയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പലർക്കും, എല്ലാവർക്കും തന്നെ എന്താണ്, പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു യാത്രയിൽ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. ചോദ്യങ്ങളും ചലഞ്ചസും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉത്തരങ്ങൾ കിട്ടാത്തതുപോലെ ചിലപ്പോൾ തോന്നും, ചില തടസ്സങ്ങൾ. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ചില ഉത്തരങ്ങൾക്ക് നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വേഗതയിൽ അല്ലെങ്കിൽ ദൂരം നമ്മൾ ശരിക്കും പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ചില ഉത്തരങ്ങൾ അത് തേടി നമ്മൾ ഒത്തിരി ദൂരം ഒന്നും പോകേണ്ടതില്ല എന്നുള്ളതാണ്. പകരം എന്താണോ ഉറവിടം, ആ ഉറവിടത്തിലേക്ക് തിരിച്ചു വന്ന ഉത്തരങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ലെറ്റ് മീ ക്ലിയർ ഇറ്റ്. അപ്പോ നമുക്കറിയാം കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ? നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു.
പക്ഷെ ചിലർക്കെങ്കിലും ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ടാവും. അപ്പോ നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരും, എന്തുകൊണ്ടായിരിക്കും അല്ലെ? ഞാൻ ഇത്രയും പ്രയത്നിച്ചു, ഇത്രയും വർക്ക് ചെയ്തു, ബട്ട് വൈ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഞാൻ മാത്രം, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ ഒരു പ്രശ്നം, മറ്റുള്ളവർക്ക് ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പൊ ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരത്തിന്, അല്ലെങ്കിൽ ഈ ഒരു പ്രഭാതത്തിന്റെ ഈ ഒരു സമയം നമ്മളോട് പ്രപഞ്ചം ചോദിക്കുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളെ വിളിക്കുകയാണ് അതിനൊക്കെയുള്ള ഉത്തരത്തിലേക്ക് എന്ന് നമ്മുടെ മനസ്സിലാദ്യം കൊടുക്കുക. അതായത് നമ്മുടെ വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്താണ് നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത്? നിങ്ങളോടാണ് ചോദ്യം അല്ലെ, എന്താണ് നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത്? വാട്ട് മേക്ക് പോസിബിൾ മൈ എക്സിസ്റ്റൻസ്? എന്റെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത് എന്ന്. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പ് സാധ്യമാക്കുന്നത് എന്തൊക്കെയാണ്? എന്താണ് പറയാവോ? നിങ്ങളുടെ ഐഡിയ പോലെ പറയാവോ, എന്തൊക്കെയാണ്? എന്റെ നിലനിൽപ്പിന് മനസ്സിലാക്കണം. ഈ കേട്ടില്ല, നിമിഷമാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അനിവാര്യമാണ്. കേട്ടില്ല മാം, ഇല്ലല്ലോ. വോയിസ് ഈ ബ്രേക്ക് ആയി പോയി. നിമിഷം നമുക്ക് യെസ്, പറഞ്ഞോ മാം. ഈ നിമിഷം നമുക്ക് അനിവാര്യമാണ്. ആ, ഈ നിമിഷം കേട്ടില്ലേ? അല്ലേ? യെസ്, ഈ നിമിഷം. അതെ. അതെ, യെസ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിനക്ക് പറയാവോ എന്തൊക്കെയാണ് നമ്മുടെ നിലനിൽപ്പിന് ബേസിക്കലി നമുക്ക് വേണ്ടത് എന്നുള്ളത്? ഫുഡ്, വാട്ടർ. യെസ്, ഫുഡ് വേണം, വാട്ടർ വേണം, മണി വേണം, ഷെൽട്ടർ വേണം, നല്ല നല്ല റിലേഷൻസ് വേണം, ഫാമിലി അല്ലെ? അപ്പോ ജോലി വേണം, ഏർണിങ്സിന്. യെസ്, ഇതെല്ലാം നമുക്ക് വേണം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാ ഇതിനേക്കാൾ അപ്പുറത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും 3 അടിസ്ഥാന കാര്യങ്ങൾ. എനിക്ക് സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട് അല്ലെ? ഹോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലെ? ജസ്റ്റ് ഗിവ് മീ 1 മിനിറ്റ്. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം അല്ലെ? സ്ക്രീന് കാണാവോ? കാണാം കാണാം. കാണാം കാണാം. യെസ്. വാട്ട് മേക്ക് മൈ എക്സിസ്റ്റൻസ് പോസിബിൾ? 3 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? 1, ഭൂമി, പൃഥ്വി. എല്ലാ ജീവന്റെയും അടിസ്ഥാനമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഭൂമി, അല്ലെങ്കിൽ നമ്മൾ പറയും പൃഥ്വി. 2, ബോഡി. അനുഭവങ്ങളെ പ്രാപ്തമാക്കാൻ, that allows us to experience life. ജീവിതത്തെ അനുഭവിക്കാൻ, അല്ലെങ്കിൽ വാട്ടെവർ എന്തൊക്കെ കാര്യങ്ങളായിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, അതേപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരു വെഹിക്കിൾ. മെഡിറ്റേഷന്റെ ഭാഷയിൽ പറഞ്ഞ നമ്മൾ ബോഡിയെ ദ വെഹിക്കിൾ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയും. ഞാൻ എന്ന ബോധത്തെ ചുമക്കുന്ന വാഹനം എന്ന് പറയും. ബ്രെത്ത് ദാറ്റ് കീപ്സ് ലൈഫ് ഫ്ലോയിങ് വിത്തിൻ us. ഇപ്പൊ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്? എർത്ത്, ബോഡി, ബ്രെത്ത്. അപ്പോ എന്താണ് ഇവയുടെ ഓരോന്നിന്റെയും പ്രാധാന്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്രെത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എയർ എടുക്കുന്നു, അല്ലെങ്കിൽ ഓക്സിജൻ എടുക്കുന്നു, അത് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി മെഡിറ്റേഷനിലൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം, വി ട്രീറ്റ് ബ്രെത്ത് ആസ് പ്രാണ, പ്രാണശക്തി ഓർ വൈറ്റൽ എനർജി, ലൈഫ് ഫോഴ്സ് എനർജി എന്നൊക്കെ നമ്മൾ പറയും. അതായത് എന്നെ നിലനിർത്തുന്നത്, ലൈവായിട്ട് നിർത്തുന്നത്, എൻ്റെ ശരീരത്തെ ഈ ഫ്രഷ്നെസ്സോട് കൂടി, അതായത് ജീർണിക്കാതെ അതിനെ
എന്താ പറയാ, ഏറ്റവും നറിഷ് ചെയ്ത് നിർത്തുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്റെ ശ്വാസം. അപ്പൊ ഇത് മൂന്നും എന്തൊക്കെയാണ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എർത്ത് ആൻഡ് എക്സിസ്റ്റൻസ്. നമുക്കറിയാം, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ ലൈൻ ഇൻ എർത്ത് കണക്ഷൻ മെഡിറ്റേഷൻ. അതായത് നമ്മൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ചെയ്യും. അപ്പൊ അതില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാർട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. ആ വരികൾ ഇങ്ങനെയാ വരുന്നത്. അതായത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്രമാത്രം സുരക്ഷിതയായിരുന്നോ അതുപോലെ ഭൂമിയുടെ ഉദരത്തിൽ ഞാൻ ഇപ്പോഴും ഭദ്രമാണ് എന്നുള്ളതാണ്. എന്താണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്ന പോലെ ഭൂമിയുടെ ഉദരത്തിൽ ഞാൻ ഇപ്പോഴും ഭദ്രമാണ്. അമ്മ തന്റെ പൊക്കിൾ കൊടിയിലൂടെ ആ കുഞ്ഞിന് വേണ്ടോളം എല്ലാം നൽകുന്നത് പോലെ ഭൂമി തന്നിലെ ഓരോ ജീവനും ആവോളം വാത്സല്യം നൽകുന്നു എന്നാണ് അതിൽ വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെ, ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ വളരെ ഭദ്രമായിരുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടല്ല നമ്മളെല്ലാം റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അമ്മയിലൂടെ, ആ പൊക്കിൾക്കുടയിലൂടെ നമുക്ക് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം നമ്മൾ സ്വീകരിച്ചു. ഇപ്പോഴും നമ്മൾ അതുപോലൊരു ഗർഭപാത്രത്തിലാണ് ഉള്ളത്, വളരെ സുരക്ഷിതമായിട്ട്. എല്ലാം വളരെ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള, അത്രയും എന്താ പറയാ, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗർഭപാത്രത്തിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ എല്ലാം ഒരമ്മ തന്റെ വാത്സല്യത്തോടെ എല്ലാം കുഞ്ഞിന് നൽകുന്നത് പോലെ അത്രയും വാത്സല്യത്തോടെ ഭൂമി നമുക്കെല്ലാം നൽകാൻ റെഡിയാണ്. ആൻഡ് ഓൺലി വൺ തിങ് ഷി ആസ്ക്, എന്താണ്? തന്റെ മാറോട് ചേരാൻ മാത്രമാണ് ഭൂമി നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ഏറ്റവും അടുത്ത് നിൽക്കാനായിട്ട്, ഭൂമിയിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കാനായി, ഏറ്റവും സന്തോഷത്തോടെ തന്നിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഭൂമി നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആൻഡ് ഷീ ഈസ് റെഡി ടു ഗിവ് യു എവ്രിതിങ്, റൈറ്റ് അല്ലേ? നമ്മൾ എടുക്കുന്ന, നമുക്ക് ആവശ്യമായിട്ട് കിട്ടുന്ന ഓരോ ഫുഡ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, നമ്മൾ പറയുമ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിക്കാണ്. എവിടെ നിന്ന് അല്ലെ? എവിടെ നിന്ന് എന്ത് കാര്യങ്ങളും നമുക്ക് പോസിബിൾ ആകണമെങ്കിൽ, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടണമെങ്കിൽ, നമ്മൾ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, റിസോഴ്സസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എവിടുന്നേ കിട്ടാനുള്ളൂ? ഈ പ്ലാനറ്റിനുള്ളിൽ നിന്ന് മാത്രമേ കിട്ടാനുള്ളൂ, റൈറ്റ് അല്ലേ? ആണോ? അതെ. യെസ്. അപ്പോ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഭാരം തോന്നുന്നു അല്ലെ, മനസ്സിന് ഭാരം തോന്നുന്നു എന്നൊക്കെ. അപ്പൊ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഡിപ്രഷനിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഭാരം, മനസ്സിന് ഭാരം. ആ സമയത്തൊക്കെ ബോഡി വെയിറ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 100 ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറയാണ്, ഞാൻ എന്റെ ഭാരം ചുമക്കാണ്. ശരിക്കും എന്റെ ഭാരം മൊത്തം ആരോ ചുമന്നോണ്ടിരുന്നേ അല്ലെ? ഭൂമി. അല്ലെ? ഇത്രയും വെയിറ്റ് 100 കഴിഞ്ഞ് 110 കഴിഞ്ഞ് 120 കഴിഞ്ഞ സമയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം എന്താണ്, ആ ഭാരം മൊത്തം താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ. നമുക്കെല്ലാം ആവശ്യത്തിന് തന്ന് നമ്മുടെ ഭാരവും ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയാണ് എനിക്ക് ഭാരം. ഇപ്പൊ ഭൂമി നമ്മളോട് ആവശ്യപ്പെടുകയാണ്, എന്തൊക്കെ ഭാരം നിങ്ങൾക്കുണ്ടോ ആ ഭാരം മൊത്തം എന്നിലേക്ക് ഇറക്കി വെക്കുക. ഓൺലി വൺ തിങ്, കണക്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ എന്താ മെയിനായിട്ട് നമ്മളോട് പറയുന്നത്? എല്ലാം ഉള്ള, സമ്പന്നമായിട്ടുള്ള, അറിവിനാലും റിസോഴ്സസിനാലും സ്നേഹത്താലും എല്ലാം സമ്പന്നമായിട്ടുള്ള ആ പ്ലാനറ്റിലാണ് ഈ ഒരു നിമിഷം പോലും നമ്മൾ നിൽക്കുന്നത്, ഞാനും നിങ്ങളും എല്ലാം അല്ലെ. ദെൻ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്തില്ല അല്ലെ? പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അതില്ല, എനിക്കിത് കിട്ടുന്നില്ല അല്ലെ. നമുക്ക് എന്തൊക്കെ കിട്ടാനുണ്ടോ അതൊക്കെ നമുക്ക് അവൈലബിൾ ആകേണ്ട ഒരേ ഒരു സ്ഥലം, ഇവിടുന്നേ നമുക്കത് കിട്ടാനുള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ പറയുന്ന ഫസ്റ്റ് കാര്യം, യു ബിലോങ്ങിങ് ടു ഹെർ അല്ലെ. നിങ്ങൾ അവൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ
She ready to give you everything from her bottom of heart, like a mother's love. ഓക്കെ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഭൂമിയോട് ഏറ്റവും കണക്റ്റഡ് ആകാനാണ് നമ്മളോട് പറയുന്നത്. ബാർ ഫുഡ് വാക്കിംഗ് ആൻഡ് മെഡിറ്റേഷനിൽ തന്നെ നമുക്ക് പല തരത്തില് ഭൂമിയോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ, റീകണക്ഷൻ മെഡിറ്റേഷൻ, നേച്ചർ ബേസ്ഡ് മെഡിറ്റേഷൻ. അപ്പൊ ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഭൂമിയോട് ഏറ്റവും അടുത്ത് വരാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് തിങ്, ജസ്റ്റ് ഞാൻ അതിനൊരു സ്ക്രീൻഷോട്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ലോങ് ബിഫോർ we were born, the earth was here, beautifully creating everything we need to live, grow and thrive. I'm not separate from the earth, I'm a part of it എന്ന് പറയുന്നത്. We don't own the earth, we belonging to it. Let's live with gratitude, respect and responsibility. Okay, and the second one is body. എന്താ പറഞ്ഞിരിക്കുന്നത് ബോഡിയെ പറ്റി? The body is a sacred vehicle. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മുടെ മെഡിറ്റേഷന്റെ ഭാഷയിൽ പറഞ്ഞാല് we call body is the vehicle of consciousness. നിങ്ങൾ എന്ന ശുദ്ധമായ ബോധത്തെ വഹിക്കുന്ന വാഹനം. നിങ്ങൾ എന്ന് പറയുന്ന ആ ബോധം ഇവിടെ ഉണ്ട് എന്നുള്ളത്, അതായത് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ശുദ്ധമായ ബോധം, കോൺഷ്യസ്നസ് ഇവിടെ ഈ പ്ലാനറ്റിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് അല്ലെ. ദാറ്റ് മീൻസ് നിങ്ങൾ എന്ന് പറയുന്നതിന് ഒരു ഫിസിക്കൽ ഫോം തന്നിരിക്കുന്നത് ശരീരമാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് ആക്ച്വലി ദ ഫ്ലഷ് ആൻഡ് ബോൺ. അത് മാത്രമല്ല, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വെഹിക്കിൾ ത്രൂ വിച്ച് ലൈഫ് ഇസ് എക്സ്പീരിയൻസ്. എന്തൊക്കെ കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ അച്ചീവ് ചെയ്യുന്നതായിക്കോട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ പോലും ഇതിനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ we need this. Yes. Without this നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അല്ലെ. സോ എ മിറാക്കിൾ ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ നോക്കിയേ, ബില്യൺസ് ഓഫ് സെൽസ് വർക്കിംഗ് ഇൻ ഹാർമണി, ഹീൽ, renew ആൻഡ് പ്രൊട്ടക്ട്. നമ്മൾ പല സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നു. പല സമയങ്ങളിൽ നമ്മൾ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ശരീരത്തിനോട് എത്രമാത്രം നമ്മൾ എന്താ പറയാ, ഞാനൊക്കെ നമ്മുടെ ബോഡിയോട് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങള് മുന്നോട്ടിരിക്കുന്ന നമ്മൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത്, നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ശരീരത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പണിഷ് ചെയ്യുന്നത്. പലപ്പോഴും കൃത്യമായിട്ട് റെസ്റ്റ് കൊടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുക, മനസ്സ് വല്ലാതെ എക്സോസ്റ്റഡ് ആകുന്ന സമയത്തും പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കാതെയും ശ്വാസം കൃത്യമായിട്ട് എടുക്കേണ്ട സമയത്ത് അതിൽ പോലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, ശരീരത്തിന് ആവശ്യമുള്ള നറിഷ്മെന്റ് കൊടുക്കാതെ അതിനെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു പരാതിയും പറയാതെ തന്നെ കൊണ്ടാകുന്ന രീതിയിൽ സ്വയമേ സൗഖ്യപ്പെടാൻ ആര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ എല്ലാവരുടെ ബോഡിയും അങ്ങനെയാണ് അല്ലെ. നമ്മൾ എത്രയൊക്കെ അതിനെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാലും നമ്മളൊന്ന് ഡീപ്പായിട്ട് ഉറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അതെല്ലാം എന്ത് ചെയ്ത് തരുകയാണ്, റീസെറ്റ് ചെയ്ത് തരാണ്, ഹീൽ ചെയ്ത് തരുകയാണ്. അതുപോലെ സിറ്റുവേഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളോട് ഒരു പരാതിയും പറയാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അല്ലെ. നമുക്ക് വേണ്ടിയിട്ടായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നിമിഷവും അല്ലെ നമ്മുടെ ഹൃദയം അല്ലെ. അതേപോലെ ഓരോ നമ്മുടെ അവയവങ്ങളും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട്, ഐ മേഡ് ഇറ്റ് അലോൺ, എല്ലാം ഞാൻ തന്നെ ചെയ്തു എന്ന് പറയാറുണ്ട് അല്ലെ. ആണോ? കോടാനുകോടി സെല്ലുകളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ നമ്മുടെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. When you start to fell with yourself, fell with your body, നിങ്ങളെ ശരീരത്തില്
നിങ്ങൾ സ്നേഹിക്കാനും അതിൽ നിങ്ങൾ ഏറ്റവും എന്താ പറയാ കമ്മിറ്റഡ് ആകാനും ശ്രമിക്കുന്ന സമയത്ത് യുവർ ബോഡി സ്റ്റാർട്ടഡ് ടു റിവേർഡ് യു ബാക്ക്. ഇപ്പോ നമ്മുടെ ബോഡിയോട് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും സ്നേഹമാണെങ്കിലും എല്ലാം തന്നെ ഇറ്റ് റിവാർഡ് യു ബാക്ക്. അപ്പോ യുവർ ബോഡി ഈസ് നോട്ട് എ പ്രോബ്ലം ടു ബി ഫിക്സ്ഡ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ടു ബി ഓണർ. എന്താ പറയുന്നത്? ശരീരത്തെ നമ്മൾ മാറ്റിയെടുക്കാന്ന് പറയല്ലേ. ബോഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരാം കളർ, അപ്പിയറൻസ്, ഷേപ്പ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാം. മോർ ദാൻ ദാറ്റ്, അതിനെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാ, അല്ലെങ്കിൽ എന്താ പറയാ, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ലാത്തത്, എന്തൊക്കെ കാര്യങ്ങൾ മാറ്റണമെന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അല്ലെ, എന്താണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരു മഹാത്ഭുതം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ വി ഓൾറെഡി നമ്മുടെ കയ്യിൽ അതുണ്ട് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കുന്നത് അല്ലെ. ആ ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ അത്രയും അധികം ഇന്റലിജന്റ് ആയിട്ടുള്ള ഒന്ന് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ. അപ്പോ ആ ഒരു ഗിഫ്റ്റിന് ഓണർ ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. എവ്രി ബോഡി പാർട്സ്, തല മുതൽ നമ്മൾ കാല് വരെ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഇല്ലാതിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുന്നത് അല്ലെ. സോ എവ്രി മോർണിംഗ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ സമയം മെഡിറ്റേഷൻ എടുക്കുക എന്നുള്ളതൊന്നുമല്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പോഴും നമ്മുടെ ഹാർട്ട് ബീറ്റ് അവിടെ ഉണ്ട് എന്നുള്ളതിനെ ഒന്ന് റിമെമ്പർ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലാതെ എല്ലാ ദിവസവും. അതാണ് അപ്പം ബോഡി അല്ലെ. അപ്പൊ നമുക്കൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ബ്രെയിൻ, ഹാർട്ട്, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. എവ്രി ടൈം ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബോഡി ഓൾവേസ് സ്റ്റേ വിത്ത് us, ഒരു പരിഭവവും പറയാതെ അല്ലെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരേ ഒരു സാധ്യത, ദ ഓൺലി പോസിബിലിറ്റി ദാറ്റ് യു എക്സിസ്റ്റ് ഹിയർ, എന്താണ്? നമ്മുടെ ശരീരം. ഓരോ നിമിഷത്തിലും നമ്മുടെ ശരീരത്തോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഇതില്ലാതെ ഒന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനില്ല. ബിക്കോസ് വാട്ട് എവർ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തോട്ടെ, എത്രയൊക്കെ പേര് നമ്മുടെ കൂടെ ഉണ്ടായിക്കോട്ടെ, എത്ര അസറ്റ് നമ്മൾ ഉണ്ടാക്കിക്കോട്ടെ, എല്ലാം വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിനെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ദർ ഈസ് ഓൺലി വൺ പോസിബിലിറ്റി, ദാറ്റ് ഈസ് യുവർ ബോഡി. ഓക്കെ. സോ ഇൻ മെഡിറ്റേഷൻ വി ആക്ച്വലി എങ്ങനെയാണ് ഒരു ബോഡിയുടെ റെജുവിനേഷനിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് ആ ഒരു പോയിന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് വൺ, ആഹാര എന്ന് പറയും. ആഹാര മീൻസ് കോൺഷ്യസ് ഫുഡ്. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾ നൽകുന്ന എല്ലാം നിങ്ങളുടെ ശരീരത്തെ സംബന്ധിച്ച് ആഹാരമാണ് എന്നുള്ളതാണ്. എവ്രിതിങ് ആഹാര, കോൺഷ്യസ് ഫുഡ്, ദാറ്റ് മീൻസ് വാട്ട് എവർ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾ നൽകുന്നതെല്ലാം, കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, സ്പർശനത്തിലൂടെ, സ്മെല്ലിലൂടെ, രുചിയിലൂടെ എന്തൊക്കെ ഇൻപുട്ടുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, എവ്രിതിങ്. Then the second one is vihara, lifestyle. What it actually means, lifestyle എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേച്ചറിന് ഒരു ഋതമുണ്ട്, ആ ഋതത്തിനെ ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഫോളോ ദ നാച്ചുറൽ rhythm of nature. That is actually mean by vihara. And the second one, dhyana. Third one, നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളിലേക്കൊന്ന് എന്താ പറയാ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനും കുറച്ച് സമയം സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം. ആസന, മൂവ്മെന്റ്സ്, ബോഡി മൂവ്മെന്റ്സ്, കോൺഷ്യസ് മൂവ്മെന്റ്സ്, ശരീരത്തിന് കൊടുക്കുന്ന കോൺഷ്യസ് ആയിട്ടുള്ള ബോധപൂർവമുള്ള മൂവ്മെന്റ്സ്. ദെൻ വിശ്രമ, ദാറ്റ് ഇസ് റെസ്റ്റ്, കോൺഷ്യസ് ആയിട്ടുള്ള റെസ്റ്റ്, അൺകോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഡീപ്പ് ആയിട്ടുള്ള സ്ലീപ്പ്. ഇങ്ങനെ 5 കാര്യങ്ങൾ: ആഹാര, വിഹാര, ധ്യാന, ആസന, വിശ്രമം. 5 പോയിന്റ്സ് കിട്ടിയോ?
ഓക്കെ അല്ലേ? റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ? ഓക്കെ മാഡം. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മൂന്നാമത്തേത് ബ്രെത്ത്. ബ്രെത്ത് ഈസ് നോട്ട് ജസ്റ്റ് എയർ, ഇറ്റ് ഈസ് പ്രാണ. അല്ലെ, മെഡിറ്റേഷനിൽ നമ്മൾ പറയുന്ന പ്രാണശക്തി. ജനിച്ച നിമിഷം മുതൽ ഇപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും നിങ്ങൾ കരയുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും എല്ലാ നിമിഷത്തിലും നിങ്ങളോട് കൂടെയുള്ള ഏറ്റവും നല്ല സുഹൃത്ത്. അല്ലെ, ഒരു നല്ല സുഹൃത്തിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണ്? നല്ല സുഹൃത്ത് എന്താണ്? ഒരു നല്ല സുഹൃത്തിന്റെ ക്വാളിറ്റി എന്താണ്? സിൻസിയർ. നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരു സുഹൃത്ത്, സ്നേഹമുള്ള സുഹൃത്ത്, അതാണ് നമ്മൾ വിചാരിക്കുന്നത്. യെസ്, നമ്മളെ മനസ്സിലാക്കണം. യെസ്, നമ്മൾ മനസ്സിലാക്കണം അല്ലെ? നമ്മൾ ഏത് സിറ്റുവേഷനിലും മനസ്സിലാക്കണം. യെസ്, പറഞ്ഞോ മാം. എപ്പോഴും നമ്മളോടൊപ്പം ബാഡ് ടൈംസിലും ഗുഡ് ടൈംസിലും എല്ലാം നമ്മളോടൊപ്പം ഉണ്ടാവുന്ന സുഹൃത്ത്. യെസ്, എക്സാക്ട്ലി. നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോകും, എന്ത് സാഹചര്യങ്ങളാണെങ്കിലും ആ സാഹചര്യങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടാകുന്നവരാണ് നമ്മൾ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയാറല്ലേ? ആൻഡ് ബ്രെത്ത് ഇസ് ഓൾസോ എ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ നിമിഷവും നമ്മുടെ കൂടെയുള്ള ഏറ്റവും നല്ല സുഹൃത്ത്. അപ്പോ whenever you feel exhausted, whenever you feel tired, നിങ്ങൾ ആ സുഹൃത്തിനെ ഒന്ന് ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ക്വിക്ക് റിലാക്സേഷൻ ബട്ടൺ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ആ സുഹൃത്തിനെ ഒന്ന് ആലോചിക്കുക. അല്ലെ, നമ്മൾ എപ്പോഴാണ് നമ്മുടെ സുഹൃത്തിനെ പറ്റി കൂടുതൽ ആലോചിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി വരുമ്പോൾ മാത്രമല്ല, എനിവേ നമുക്കൊരു വിഷമം വന്നാലും ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക അല്ലെ? അപ്പോ അത്തരത്തില് നമ്മൾക്ക് ടയേർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കുകയാണ് നമ്മുടെ ബ്രത്തിനെ പറ്റിയിട്ട് അല്ലെ? ഒന്ന് ആ ശ്വാസത്തെ ഓർക്കാനും എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് നീയാണ് എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. എങ്ങനെ? ഓരോ ശ്വാസത്തിലും നിശ്വാസത്തിലും നമ്മൾ എന്ത് ചെയ്യാണ്? അത് മനസ്സിലാക്കുക. നമ്മൾ പറയാറുണ്ട്, ഓരോ ശ്വാസത്തിലും നീ ജീവിക്കുകയാണ്, ഓരോ നിശ്വാസത്തിലും നീ മരിക്കുകയാണ് എന്ന് പറയാറുണ്ട്. അതിനർത്ഥം ഈ ശ്വാസത്തിനും നിശ്വാസത്തിനും ഇടയിലുള്ള ഒരു നിശബ്ദത, അതാണ് നിങ്ങളെ നിങ്ങളോട് ബന്ധിപ്പിക്കുന്ന നിമിഷം എന്ന് പറയുന്നത്. ഒരു ശ്വാസത്തിനും നിശ്വാസത്തിനും ഇടയ്ക്കുള്ള നിശബ്ദത, അതാണ് നമ്മളുടെ യഥാർത്ഥത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിന്റ് എന്നാ പറയും. സോ ഓരോ ശ്വാസവും അതിലുപരി നിശ്വാസവും കോൺഷ്യസ് ആയിരിക്കുക. എങ്ങനെ? നമുക്കറിയാം, നമ്മൾ ഈ സ്ട്രെസ്സിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യവും ദീർഘമായിട്ട് ശ്വസിക്കാനാണ്. പൊതുവെ നമ്മൾ ഈ സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ വരുന്നവർക്ക് മെഡിറ്റേഷനിൽ വരുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ഒരുപാട് ബ്രെത്ത് കൺട്രോളിങ് പ്രാക്ടീസസ് അല്ല, പകരം ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്, സാവധാനത്തിൽ ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ മെഡിറ്റേഷനിലേക്ക് വരുമ്പോഴൊക്കെ നമ്മൾ പൊതുവെ നമ്മുടെ ഗുരു ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കണ്ണടച്ചിരിക്കാനോ മനസ്സ് നിയന്ത്രിക്കാനോ ഒന്നുമല്ല. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്വസിക്കാൻ പഠിക്കുക. എങ്ങനെയാണ് ശ്വസിക്കാൻ പഠിക്കുക? നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസത്തെയും പൂർണ്ണമായിട്ട് ദീർഘമായിട്ട് പുറത്തോട്ട് വിടാൻ പഠിക്കുക. അതായത് ലോങ് ആയിട്ടുള്ള എക്സലേഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസത്തെയും മനസ്സിലാക്കി അത്രയും സാവധാനത്തിൽ ദീർഘമായിട്ട് ഓരോ നിശ്വാസത്തെയും പുറത്തോട്ട് പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് ശ്വസിക്കാൻ പഠിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മളോട് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾക്കറിയാം, തിരക്ക് പിടിച്ച ഒരു ഓട്ടത്തിനിടയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ട്രാഫിക് സിഗ്നൽ അറിയാലോ, 30 സെക്കൻഡ് ഒക്കെ ഒരു റെഡ് സിഗ്നൽ കാണാറില്ലേ റോഡിലൂടെ പോകുന്ന സമയത്ത് അല്ലെ? ട്രാഫിക് സിഗ്നൽ. നമുക്കറിയാം ആ ഒരു ജംഗ്ഷനിൽ ആ ഒരു സിഗ്നലിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ആ ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു പോസ്,
അവിടെ ആ ഒരു ക്രാഷ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോസ് ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ തിരക്ക് പിടിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫിൽ എസ്പെഷ്യലി വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരും, പ്രത്യേകിച്ച് അത്രയും അധികം ബിസി ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, ഇപ്പൊ പൊതുവെ നമ്മൾ മെഡിറ്റേഷൻ, ബ്രെത്ത് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള എക്സ്ക്യൂസസ് ആണ് സമയമില്ല. യെസ്, നിങ്ങൾക്ക് സമയമില്ലേ, നിങ്ങൾക്കാണ് മെഡിറ്റേഷനും ബ്രെത്ത് വർക്കും ഏറ്റവും ആവശ്യം. ബിക്കോസ് ട്രാഫിക് സിഗ്നലില്ല, റെഡ് ലൈറ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണോ അതുപോലെയാണ് തിരക്ക് പിടിച്ച് ഓടുന്ന നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മുടെ ശ്വാസത്തിലേക്ക് ഒരു 2 to 3 minutes നമ്മുടെ ഓവറോൾ എന്താ പറയാ, ഒരു ഡേ ടൈമിലൊക്കെ ഒരു 11 മണി ആ ഒരു സമയത്ത് റിഫ്രഷ്മെന്റ് ബ്രേക്ക് ഒക്കെ എടുക്കില്ല, ആ സമയത്ത് ഒരു 2 to 3 minutes ഒന്ന് റിലാക്സ് ചെയ്ത് ബ്രെത്ത് ചെയ്യാനും, ഈവനിങ് അതേപോലെ ഒരു സ്നാക്ക് ഒക്കെ കഴിക്കുന്നത് പോലെ എന്താ പറയാ കുറച്ച് ബ്രെത്ത് എടുക്കാനൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്, ആ ഒരു ബേൺ ഔട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്ന് സ്ലോ ആൻഡ് സ്മൂത്തനിങ് ആയിട്ടുള്ള ബ്രെത്ത്. പൊതുവെ ഞാൻ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം, നമ്മൾ ബ്രെത്ത് എടുക്കുന്ന പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ബ്രെത്തിനേക്കാൾ ഉപരി വളരെ സ്വീറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ബ്രെത്ത് എടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ബ്രെത്ത് പറഞ്ഞു, അതുപോലെ എന്താണ് എർത്തിനെ പറ്റി പറഞ്ഞു, ബോഡി. യെസ്, ഓക്കെ അല്ലേ? എർത്ത് പറഞ്ഞു, ബോഡി പറഞ്ഞു, ബ്രെത്ത് പറഞ്ഞു. ആൻഡ് നമ്മൾ മനസ്സിലാക്കാൻ 3 കാര്യങ്ങൾ. എർത്ത് ഓൾവേസ് സപ്പോർട്ട് അസ്, ബോഡി ഓൾവേസ് make possible of every experience, and breath help you to sustain. ഇപ്പോൾ വാട്ടെവർ നമ്മൾ ലൈഫിൽ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ ലൈഫ് അതുപോലെ ചുറ്റുപാടുള്ള ഒരുപാട് സാഹചര്യങ്ങളിലെ നമ്മൾ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം, നിയന്ത്രണങ്ങൾ വരുത്താനായിട്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പോൾ ഉണ്ട് അല്ലെ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ബ്രെത്ത്. അതുപോലെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അതിനെ നറിഷ് ചെയ്യുമ്പോൾ നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരവും നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ ചേഞ്ച് ദ കണക്ഷൻ വിത്ത് യു ആൻഡ് എർത്ത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ബട്ട് മെജോറിറ്റി നമ്മൾ എന്താ ചെയ്യുന്നത്, സറൗണ്ടിങ്സിൽ എന്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ മാറാൻ റെഡിയാണ്, ബട്ട് എൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ഞാൻ അതേ സിറ്റുവേഷനിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ മാറാതെ എൻ്റെ സാഹചര്യം എങ്ങനെ മാറും അല്ലെ. മാറ്റം വരാത്ത അല്ലെങ്കിൽ മാറ്റാനായിട്ട് ഡയറക്റ്റ്ലി സാധിക്കില്ല എന്ന് ഉറപ്പുള്ളതിനേക്കാൾ ഉപരി മാറ്റാൻ പറ്റുന്ന ചിലത് നമ്മുടെ കയ്യിലുണ്ട് എന്നും അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റണം ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം വാട്ടെവർ നമ്മുടെ ഉള്ളിലുള്ള ഓരോന്നുമാണ് നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് റിഫ്ലക്റ്റഡ് ആകുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള മാഗ്നറ്റിക് എനർജി എന്താണോ അതാണ് നിങ്ങൾ പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. സോ വാട്ടെവർ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്യാരി ചെയ്യുന്നു, എത്രമാത്രം എന്താ പറയുക വൈബ്രേഷൻ ആണോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ക്യാരി ചെയ്യുന്നത്, അതാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ സറൗണ്ടിങ്സിലുള്ള വൈബ്രേഷൻസിന് മാറ്റങ്ങൾ വരുത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പം എന്താണ്, ചേഞ്ച് യുവർ വൈബ്. നിങ്ങളുടെ ഉള്ളിൽ എസ്പെഷ്യലി ഫസ്റ്റ് നമ്മുടെ ഹീലിംഗിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്, ശ്വാസത്തിലുള്ള ബോധം. 2, നിങ്ങളുടെ ശരീരത്തിൽ അവബോധമുള്ളവരായിരിക്കുക. 3, ഭൂമിയോട് ബന്ധമുള്ളവരായിരിക്കുക. 3 കാര്യങ്ങളാണ്. എന്താണ്? 1, നന്നായിട്ട് ശ്വസിക്കാൻ പഠിക്കുക, ശ്വാസത്തിൽ അവബോധമുള്ളവരായിരിക്കുക, ശരീരത്തിൽ അവബോധമുള്ളവരായിരിക്കുക, ഭൂമിയോട് ബന്ധം പുലർത്തുന്നവരായിരിക്കുക. 3 കാര്യങ്ങൾ.
അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചത്. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. എന്ന ഓരോ നിമിഷത്തിലും നമുക്ക് ഈ 3 കാര്യങ്ങളോടും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഏറ്റവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ പറഞ്ഞതുപോലെ ഭൂമി, ഷി ഓൾറെഡി റെഡി ടു ഗീവ് എവറിത്തിങ് ദാറ്റ് യു വാണ്ട്. Only one thing you want to do is reconnect with her. And body, ഇപ്പോ നമ്മൾ അതിനെ നറിഷ് ചെയ്ത് അതിനെ ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് റിവാർഡ് യു ബാക്ക്. ആൻഡ് ബ്രെത്ത്, അല്ലെ, ശ്വസിക്കാനായിട്ട് ആ ശ്വാസത്തെ തിരിച്ചറിയാൻ നല്ലൊരു സന്തത സഹചാരി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് ആ ശ്വാസത്തെ കാണാൻ നിങ്ങൾക്ക് പറ്റിയ, ഇറ്റ് ഹെൽപ്പ് യു ടു സസ്റ്റെയിൻ, അല്ലെങ്കിൽ ആ ഒരു വൈറ്റൽ എനർജി, ആ ഒരു ജീവശക്തി പൂർണ്ണമായിട്ടും അതിന്റെ ആ ഒരു ഹാർമോണിയസ് വേയിൽ നിങ്ങളിലൂടെ ഒഴുകാൻ ഇറ്റ് ഹെൽപ്പ് യു എന്നുള്ളതാണ്. ഇപ്പൊ 3 കാര്യങ്ങൾ അല്ലെ, ബ്രെത്ത്, റിസീവ് ആൻഡ് സസ്റ്റെയിൻ. ഓക്കെ, സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. താങ്ക് യു. ലവ്ലി മോർണിംഗ് മാഡം, ലവ്ലി എർത്ത്. ഗുഡ് മോർണിംഗ്, ലവ്ലി മോർണിംഗ്. മാഡം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, സമയമുണ്ടോ? പറഞ്ഞോളൂ. മാഡത്തിന്റെ മുന്നേയുള്ള ഒരു ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ വിഷൻ സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ അത് ഇപ്പം എർത്തിനെ പറ്റി പറഞ്ഞത് നല്ല ഒരു സംഭവമാണ്. ഇപ്പോൾ എർത്തിൽ ഇപ്പോൾ ഒരുപാട് സയന്റിസ്റ്റുകൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ ഇപ്പം ഇന്നലെ പറയുന്ന അതുവരെ എത്തി. പക്ഷെ മണ്ണ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ സെക്ടറിൽ പല സംഭവങ്ങളുണ്ട്, പക്ഷെ റിയൽ ആയിട്ടുള്ള മറ്റൊരു മണ്ണ് റിയൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു സയന്റിസ്റ്റിനെ സംബന്ധിച്ചോളം ഭയങ്കര വെല്ലുവിളിയാണ് ഓൾറെഡി. അപ്പോൾ എർത്ത് ഒരുപാട് നമുക്ക് സംഭവങ്ങൾ തരുന്നുണ്ട്. പക്ഷെ മാഡം പറഞ്ഞ ഇപ്പം നമ്മുടെ ഗർഭപാത്രത്തിലുള്ള ഒരു കുഞ്ഞിനെ പോലെ ഭൂമിയിൽ സുരക്ഷിതമാണെന്ന് പറയുന്നതിൽ എനിക്ക് കുറച്ചൊരു വിയോജിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കെയർ ആക്കി കഴിഞ്ഞാൽ മാത്രം ഭൂമിയിൽ സുരക്ഷിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. എപ്പോഴും ആ ഒരു ഇത് ഇപ്പോൾ തിങ്കിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പല ഇതിന്റെ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രതിരോധിക്കാൻ നമ്മൾ എപ്പോഴും കൺട്രോൾ കെയർ ഒക്കെ വേണം ഓൾറെഡി. അതാണ് എൻ്റെ അഭിപ്രായം. ഹാപ്പി മോർണിംഗ്. തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്റലിജൻസ് നമുക്ക് തന്നിട്ടുണ്ട്, പ്രവർത്തിപ്പിക്കണോ? എല്ലാരും അത് പ്രവർത്തിപ്പിക്കുന്നില്ല, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. ആ ഒരു ഇന്റലിജൻസിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണവും നമുക്ക് അതിന്റെ ഒരു കണക്ഷൻ, അതായത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്കേഴ്സിറ്റി മീൻസ് നമുക്കൊന്നും ഇല്ല എന്നുള്ളതിനല്ല, പക്ഷെ നമ്മൾ സപ്പോർട്ടഡ് അല്ല എന്നുള്ള ഒരു ഫീലിങ്സ് ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി വ്യക്തമാകും എന്നെനിക്ക് തോന്നുന്നു. അതായത് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം എന്ത് കാര്യത്തിലും, ഇപ്പം അമ്മയുടെ ഗർഭപാത്രത്തിലാണെങ്കിൽ കൂടിയും നമുക്കറിയാം അതിൻ്റെ ഒരു സാഹചര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളൊരു കൺസെപ്റ്റ് എന്താണ്, പലപ്പോഴും നമ്മുടെ ഒരു എന്താ പറയാ മുന്നോട്ടുള്ള ലൈഫിൽ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സംതിങ് ഈസ് മിസ്സിങ് എന്നുള്ളൊരു തോന്നലാണ്. ആ ഒരു മിസ്സിങ് ഇല്ല എന്നുള്ളതാണ് ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം. ആൻഡ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിനനുസരിച്ച് വി ഹാവ് എ ഇന്റലിജന്റ് ബ്രെയിൻ, വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എന്താ പറയാ, ഏതൊരു ലിവിങ് തിങ്ങിനും അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ എന്നുള്ള ഒരു ഇന്റലിജൻസ് അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ സംതിങ്, എന്തോ ഒന്ന് അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റക്നെസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് അല്ലെങ്കിൽ സെൻസ് ഓഫ് സേഫ്റ്റി ഫീൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ അതിനോട് കണക്റ്റഡ് ആയിരിക്കും. അതല്ലാതെ വരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ഡിസ്കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം ഇപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നേച്ചറിൽ ഒരുപാട് കലാമിറ്റീസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലേ,
നിങ്ങൾ നേച്ചറിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളല്ലേ എന്നുള്ളത്. ഓഫ് കോഴ്സ് അതിന്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അല്ലെ. നേച്ചറിനൊരു ഒരു പ്രശ്നം നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി മാത്രമാണ് ബോധേഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് അങ്ങോട്ട് റിട്ടേൺ കൊടുക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവര് ചോദിച്ച ചോദ്യം ഇതാണ്. ഒരുപാട് ഇപ്പം ഒരുപാട് ഈ മഴയൊക്കെ വന്നപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ വന്നല്ലോ. അപ്പോ നേച്ചറിനെ എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴും ഇങ്ങനെ കുറെ കാര്യങ്ങളില്ലേ അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സഹിക്കാവുന്നതിന് മാക്സിമം നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പൊട്ടിക്കരയാൻ തോന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മള് എന്താണ് റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, എന്താണ് ഇത്രയും നമ്മളെ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭൂമിക്ക്. അപ്പം പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെന്റ് അല്ലെ. വേണം വേണ്ട എന്നല്ല, പക്ഷെ എന്ത് കാര്യങ്ങൾ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ഏരിയാസ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനെ മറികടന്ന് പലതും ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണത്. അപ്പൊ അതിനെ എത്രത്തോളം നമുക്ക് ആ ഒരു കലാമിറ്റീസിനൊന്നും എന്താ പറയാ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഒരു സൈഡും കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം വട്ടവർ ഈ ഒരു റീകണക്ഷൻ മെഡിറ്റേഷൻ അല്ലെ എർത്ത് കണക്ഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അച്ചീവ്മെന്റ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതില് നമുക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഗോൾ ഒന്നായിരിക്കും, നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് മറ്റൊന്നായിരിക്കും. ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ ഉള്ളില് ഇപ്പോഴും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടെങ്കിൽ വി കാൺ മാച്ച് ദ ഫ്രീക്വൻസി. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് കിട്ടാനുണ്ടോ, എന്തൊക്കെ പോസിബിലിറ്റീസ് കിട്ടാനുണ്ടോ, അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന കുട്ടിക്ക് അത് കിട്ടാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി അമ്മയാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് എന്താവശ്യമുണ്ടോ വാട്ടെവർ അത് നമുക്ക് ഇതിലൂടെ മാത്രമേ ഇവിടുന്ന് മാത്രമേ കിട്ടാനുള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ മാഡം. അത് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നമ്മളെ ബോഡിയിൽ ഹലോ യെസ്, ബോഡിയിൽ ഒരു ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇറിറ്റേഷൻ കൊണ്ട് നമ്മൾ അതിനെ തട്ടിക്കളയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായി കളയോ. അതേപോലെ ഈ ഭൂമി എത്രത്തോളം ഈ വെയിറ്റ് താങ്ങി പിടിക്കുന്നു. ഇപ്പൊ നമ്മൾ മൈനിങ് ചെയ്യുന്നു, ഇങ്ങനെ കട്ടിങ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ എന്ന് പറയേണ്ട ഭൂമിയിൽ ഇതാ ബിൽഡിങ്സ് അത് ഇത് ഒക്കെ വരുമ്പോൾ ആ എർത്തിന് എന്തൊക്കെയോ ഒരുപാട് എത്രയധികം ഇറിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് മേഡം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് മാത്രല്ല ഇപ്പോ ഇതിനിടയ്ക്ക് ഞാൻ വായിച്ചൊരു കാര്യമാണ്, ചില സ്പോട്ടില് അത് അവിടെ ആ ഒരു പ്രൊജക്ട് പാടില്ല എന്ന് വർഷങ്ങൾക്ക് മുന്നേ അവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്പോട്ട് സെലക്ട് ചെയ്ത് അവിടെ അതിന്റെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത് അല്ലെ. ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ, നമുക്ക് സഹിക്കാവുന്നതിന്റെ മാക്സിമം ആകുമ്പോഴാണ് നമ്മൾ പൊട്ടിപ്പോകുന്നത്, നമ്മളൊന്ന് പൊട്ടിക്കരഞ്ഞു പോകുന്നത്, നമുക്ക് ദേഷ്യം വരുന്നത് അല്ലെ. സഹിക്കാവുന്നതിന്റെ മാക്സിമം സഹിച്ചു കഴിഞ്ഞിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ. എന്ന് പറഞ്ഞതുപോലെ എന്താ പറയാ, സത്യത്തില് അതിനെ നമ്മൾ ഉപദ്രവിക്കണം എന്നൊന്നും ഒരു ആഗ്രഹവും ഇല്ല. നമ്മളെ നറിഷ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം അല്ലെ. ആൻഡ് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എല്ലാം സേഫ് ആയിട്ടിരിക്കാനും എല്ലാവർക്കും എന്താ പറയാ ഭൂമിയുടെ ഏറ്റവും സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ അല്ലെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മള് ഒരു നമ്മൾ പ്രവർത്തിച്ച അത് നമുക്ക് 100% പ്രകൃതി തിരിച്ചു നമ്മള് മനസ്സിലാക്കണം. നമ്മൾ അതുപോലെ തന്നെ പ്രകടിപ്പിച്ചാലും അല്ലേ മാഡം? യെസ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇനിയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കാൻ ഷീസ് ഓൾവേസ് റെഡി. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് എന്ത് ചെയ്യേണ്ടത്, ചിന്തിച്ചു നോക്കേണ്ടത് അല്ലെ. മാമിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കാവോ? എനിക്കറിയില്ല, അതൊന്നും എനിക്ക് സംഭവം മനസ്സിലാവണില്ല.
കേൾക്കുന്നില്ലല്ലോ, ക്ലിയർ ആവുന്നില്ല വോയിസ്. കേൾക്കുന്നില്ലല്ലോ. എനിക്ക് മാത്രാണോ ബുദ്ധിമുട്ട്? എനിക്ക് ക്ലിയർ ആവുന്നില്ല മാം പറയുന്നത്. സജന മേഡം ഇന്ന് ഇടപാട് ക്ലിയർ ആവുന്നില്ല മാം. മാമിന് ഉണ്ടായിരിക്കും. അതവര് കേൾക്കുന്നില്ല. കൊമ്മളവല്ലി മേഡം അല്ലേ പറഞ്ഞത്? ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ. അല്ല അല്ല അല്ല, മാമിന്റെ സ്റ്റക്കായി നിൽക്കുകയാണ്. മീൻസ് കോമളവല്ലി മാം സ്റ്റക്കായിട്ട് നിൽക്കുക. അതെ അല്ലേ. മാമിനോട് എന്തായാലും ഗ്രൂപ്പിൽ ചോദിക്കാം എന്താണ് സംസാരിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നല്ല സെഷൻ ആയിരുന്നു, നല്ല പവർഫുൾ സെഷൻ ആയിരുന്നു. രാവിലെ തന്നെ കുറെ ചിന്തിക്കാനുണ്ടായിരുന്നു, ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. താങ്ക് യു. Thank you, ma'am. Thank you for this beautiful presentation. Thank you, ma'am. Thank you. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ മാം? Okay, sure. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.